കഴിഞ്ഞ ദിവസം ഒരു പാസഞ്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു. കോൾ എടുത്തപ്പോ മുതൽ ആള് നല്ല രീതിക്ക് ഷൗട്ട് ചെയ്യുന്നുണ്ട്. ഈ ഷൗട്ട് ചെയ്യുന്നതിന്റെ റീസൺ എന്താണെന്ന് അറിഞ്ഞാലല്ലേ ഇതൊന്ന് സോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അവസാനം എനിക്ക് കാര്യം പിടികിട്ടി. ബേസിക്കലി ആളിത് രണ്ടാമത്തെ വട്ടമാണ് നമ്മുടെ ഫ്ലൈറ്റിൽ നിന്ന് ഓഫ്ലോഡ് ആവുന്നത്. ഓഫ് കോഴ്സ് ആർക്കാണെങ്കിലും ദേഷ്യം വരും. പക്ഷെ ഇതിന്റെ റീസണും കൂടെ നിങ്ങൾ അറിയണം. ആദ്യത്തെ വട്ടം പുള്ളിക്കാരൻ ഓഫ്ലോഡ് ആവുന്നതിന്റെ റീസൺ ഡോക്യുമെന്റേഷൻ ആണ്. നിങ്ങളുടെ വിസയില് ഒരു സ്റ്റാർട്ടിംഗ് ഡേറ്റും എൻഡിങ് ഡേറ്റും ഒക്കെ ഉണ്ടാകും. ആ വിസ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരിക്കലും ഒരു എയർലൈനും നിങ്ങളെ അലൗ ചെയ്യില്ല ട്രാവൽ ചെയ്യാനായിട്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ വിസ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 15-ാം തീയതി ആണെന്നുണ്ടെങ്കിൽ 12-ാം തീയതി നിങ്ങളെ ട്രാവൽ ചെയ്യാനായിട്ട് അലൗ ചെയ്യില്ല. സ്വന്തം ഡോക്യുമെന്റ്സ് എല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷം ടിക്കറ്റ് ഒക്കെ പർച്ചേസ് ചെയ്യാന്ന് പറയുന്നത് ആളുടെ ഉത്തരവാദിത്വമായിരുന്നു. അങ്ങനെ പുള്ളിക്കാരൻ ഈ സെയിം ടിക്കറ്റിനെ മോഡിഫൈ ചെയ്തു. അതായത് എക്സ്ട്രാ പേയ്മെന്റ് അടിച്ച് വേറൊരു ദിവസത്തേക്ക് ട്രാവൽ ചെയ്യാനായിട്ടുള്ള ഡേറ്റ് എല്ലാം എടുത്തു. അടുത്ത വട്ടം എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെതർ കണ്ടീഷൻ മോശമായതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ള ഫ്ലൈറ്റ് ഡിലേ ആയി. ആളുടെ ഇതൊരു കണക്ഷൻ ഫ്ലൈറ്റ് ആയതുകൊണ്ടും ഈ ഫ്ലൈറ്റ് അവിടെ എത്തുമ്പോഴത്തേനും മറ്റേ ഫ്ലൈറ്റ് കിട്ടില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടും ഇവിടെ നിന്ന്, അതായത് ഡിപ്പാർച്ചറിന് മുന്നേ തന്നെ ആളെ ഓഫ്ലോഡ് ചെയ്തു. പക്ഷെ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മളെ എയർലൈൻസ് ആൾക്ക് കുറച്ച് ഓപ്ഷൻസ് കൊടുക്കും. അതിനകത്ത് പുള്ളിക്കാരൻ ചൂസ് ചെയ്ത് മോഡിഫിക്കേഷൻ ആണ്. അതായത് വീണ്ടും വേറൊരു ദിവസത്തേക്ക് ആ ടിക്കറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് മോഡിഫൈ ചെയ്തു. പിന്നെ ഇപ്പൊ ആൾ എന്തിനാണ് വിളിച്ച് ഷൗട്ട് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി വെതർ കണ്ടീഷൻ കൊണ്ടാണെങ്കിൽ പോലും പുള്ളിക്ക് ഒരു ഫ്ലൈറ്റ് ക്യാൻസലേഷനോ ഡിലേയോ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്, ബാഡ് വെതർ കണ്ടീഷനിൽ എങ്ങനെയാണ് ഫ്ലൈ ചെയ്യുക? മറ്റെന്തിനേക്കാളും പ്രയോറിറ്റി നിങ്ങളുടെ ലൈഫിനും സേഫ്റ്റിക്കും അല്ലേ കൊടുക്കേണ്ടേ?